നമസ്കാരം, ന്യൂസ് അറ്റ് ദോഹയിലേക്ക് സ്വാഗതം. ഞാൻ ബിജോയ്. പ്രധാന വാർത്തകൾ. ന്യൂസ് അറ്റ് ദോഹ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റ്, സാൽവ റോഡ്, ദോഹ, ഖത്തർ. Feel the trust of quality. in association with Doha Beauty Center and Safa Water. സ്വർണ്ണവില കുതിക്കുന്നു. വിൽപ്പനയും റെക്കോർഡിലേക്ക്. സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്കും നാണയങ്ങൾക്കും വൻ ഡിമാൻഡ്. രാജ്യത്ത് സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നു. പ്രവാസികളെയും പദ്ധതിയിൽ ഉൾപ്പെടുത്തും. 3 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഖത്തർ ആരോഗ്യ കൗൺസിൽ. ഗൾഫ് നാടുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾ വീണ്ടും. തെളിവ് സഹിതം പരാതിപ്പെട്ടാലും നടപടിയില്ല. തട്ടിപ്പുകൾ ആവർത്തിക്കുന്നത് പോലീസിന്റെ പിടിപ്പുകേട് മൂലം. തെരഞ്ഞെടുപ്പ് ചൂട് ഖത്തറിലേക്കും. പ്രവാസികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന ആരോപണം. പ്രവാസി വോട്ട് പുകമറ മാത്രം. ഖത്തർ മറൈൻ ഫെസ്റ്റ് സമാപിച്ചു. മറൈൻ ലൈബ്രറിയിലെത്തിയത് 3 ലക്ഷത്തോളം സന്ദർശകർ. 27ാമത് അറബ് എലൈറ്റ് മെൻസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഖത്തറിൽ സമാപിച്ചു. സൂപ്പർ ഹെവി വിഭാഗത്തിൽ കുവൈത്തിനും ഹെവി വിഭാഗത്തിൽ ജോർദാനും ജയം. വാർത്തകൾ വിശദമായി. സ്വർണ്ണവില കുത്തനെ വരുമ്പോഴും സ്വർണ്ണ വിപണി ഉത്സാഹത്തിലാണ്. ചില അവസരങ്ങളിൽ ആവശ്യത്തിന് സ്വർണം തികയാതെ വരുന്നു എന്നതിൽ മാത്രമാണ് വ്യാപാരികൾക്ക് വിഷമം. സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്കും സ്വർണ്ണ നാണയങ്ങൾക്കുമാണ് ആവശ്യക്കാരേറെ. കുതിച്ചുയരുന്ന സ്വർണ്ണവില വിൽപ്പനയെ ഒരു ഘട്ടത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് വിപണിയുടെ വിലയിരുത്തൽ. പലപ്പോഴും ആവശ്യക്കാർക്ക് നൽകാൻ പറ്റാത്ത സ്ഥിതി പോലും സംജാതമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. വിൽപ്പനയിൽ 30% വർധനയാണ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഉണ്ടായത്. GCCയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ വിൽപ്പന നടക്കുന്നത് ദുബായിലാണ്. ദുബായിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയരുമ്പോൾ അതിന്റെ ഭാഗമായി മറ്റു GCC രാഷ്ട്രങ്ങളിൽ ആവശ്യത്തിന് സ്വർണം ലഭ്യമാകാതെ വരുന്നുണ്ട്. കഴിഞ്ഞ മാസം നടന്ന ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള അവസ്ഥ സംജാതമായിരുന്നതായി സ്വർണ്ണ വ്യാപാരികൾ പറയുന്നു. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ ഗോൾഡ് പബ്ലിക് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലവർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് പബ്ലിക് കൂടുതൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗോൾഡ് റേറ്റ് കൂടുന്നതിന് ഒരു പ്രധാന കാരണം. പിന്നെ മറ്റുള്ള കുറേ ഘടകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. കറൻസിയുടെ മൂല്യം ഇടിയുന്നതും ഡോളറിൻ്റെ മൂല്യം, പ്രധാനമായിട്ടും ഡോളറിൻ്റെ മൂല്യം ഇന്ന് അനുദിനം ചില സന്ദർഭങ്ങളിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടും ഗോൾഡിന് ഒരു ഗോൾഡ് റേറ്റിൻ്റെ ഒരു അപ്രിസിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഗോൾഡ് പ്രൈസ് എന്തായാലും ഇത് ഗോൾഡ് മാർക്കറ്റിൻ്റെ ഇത് പ്രകാരം കുറയുക ഒന്ന് സംഭവിക്കാൻ പോകുന്ന, അടുത്ത കാലത്തൊന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. എന്തായാലും റേറ്റ് കൂടി തന്നെ പോവുകയാണ്, മുന്നോട്ട് തന്നെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഗോൾഡ് മാർക്കറ്റിനെ കുറിച്ചുള്ള ഒരു വിവരം. സ്വർണ്ണ ബിസ്ക്കറ്റുകൾക്കും നാണയങ്ങൾക്കുമാണ് ഇത്തരത്തിൽ ചില അവസരങ്ങളിൽ ക്ഷാമം നേരിടുന്നത്. സ്വർണ്ണ വിപണിയിൽ അസ്ഥിരത ഉണ്ടാവുന്നില്ലെന്നത് മികച്ച നിക്ഷേപമായി സ്വർണത്തെ കാണാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കുന്നു. പലപ്പോഴും ക്രൂഡ് ഓയിൽ വിലയെ ആശ്രയിച്ചാണ് സ്വർണ്ണ വിലയും മാറ്റങ്ങൾ പ്രകടമാക്കുന്നത്. മികച്ച നിക്ഷേപമായി സ്വർണത്തെ കാണുന്നതാണ് സ്വർണ്ണ വിൽപ്പന ഗണ്യമായി കൂടാൻ ഇടയാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ സ്വർണ്ണവില അടുത്ത കാലത്തൊന്നും താഴോട്ട് പോകാനും സാധ്യതയില്ല. മേഘന ഗംഗാധരൻ, ന്യൂസ് അറ്റ് ദോഹ. വിഷൻ 2030 ഭാഗമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും സമ്പൂർണ്ണ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാൻ ഖത്തർ ആരോഗ്യ കൗൺസിൽ നടപടി തുടങ്ങി. 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയിൽ പ്രവാസികളെയും ഉൾപ്പെടുത്തും. സ്വദേശികളും വിദേശികളും അടക്കം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. അടുത്ത 3 വർഷങ്ങൾക്കുള്ളിൽ പദ്ധതി നടപ്പാക്കാൻ സാധിക്കുമെന്നാണ് സുപ്രീം ആരോഗ്യ കൗൺസിൽ പ്രത്യാശിക്കുന്നത്. പദ്ധതിയുടെ കരട് ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. വളരെ ചെറിയ പ്രീമിയം ഈടാക്കിയാകും പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ഇൻഷുറൻസ് കമ്പനികളുമായും ആരോഗ്യ സ്ഥാപനങ്ങളുമായും പ്രാഥമിക ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. വിഷൻ 2030 ഭാഗമായി രാജ്യത്ത് ആരോഗ്യ വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്ന നിരവധി പദ്ധതികൾ ഉടൻ പ്രാബല്യത്തിൽ വരും. ജപ്പാനിലെ സുനാമി ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കേരള സോഷ്യൽ ആൻഡ് കൾച്ചറൽ അസോസിയേഷൻ ധനസഹായം കൈമാറി. 50,000 ഖത്തർ റിയാലിന്റെ ചെക്ക് ഇന്ത്യൻ അംബാസഡർ ശ്രീമതി ദീപ ഗോപാലൻ വാദ്വയും രക്ഷാധികാരി പത്മശ്രീ അഡ്വക്കേറ്റ് CK മേനോനും ചേർന്ന് ജപ്പാൻ അംബാസഡർ കെഞ്ചറോ മുഞ്ചിക്ക് കൈമാറി. രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തെ ഇച്ഛാശക്തിയോടെ നേരിട്ട ജപ്പാൻ ജനത ലോകത്തിനാകെ മാതൃകയാണെന്ന് ഇന്ത്യൻ അംബാസഡർ ദീപ ഗോപാലൻ വാദ്വ പറഞ്ഞു. ICC ഹാളിൽ നടന്ന ചടങ്ങിൽ KSCA പ്രസിഡന്റ് രവി പിള്ള അധ്യക്ഷനായി. ന്യൂസ് അറ്റ് ദോഹയിൽ ഇനി ചെറിയ ഇടവേള. ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റ്, സാൽവ റോഡ്, ദോഹ, ഖത്തർ. സൂപ്പർ മാർക്കറ്റ്, department store, 200,000 square feet shopping extravaganza, parking space for more than 1,500 cars, exclusive sari showroom,
customer-friendly service, high-quality products at the lowest prices. Quality Hypermarket, Salwa Road, Doha, Qatar. Feel the trust of quality. സ്ത്രീ സൗന്ദര്യത്തിന്റെ വശ്യതയാർന്ന ലോകത്തേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്നു ദോഹ ബ്യൂട്ടി സെന്റർ. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ഖത്തറിലെങ്ങും ഷഹനാസ് 24 കാരറ്റ് ഗോൾഡ് ഫേഷ്യൽ, ഡയമണ്ട് ഫേഷ്യൽ, പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്, ഹെന്ന ഡിസൈൻ തുടങ്ങി വിവിധ ട്രീറ്റ്മെന്റുകളും എയ്റോബാറ്റിക് എക്സസൈസിനുള്ള സൗകര്യവും. ലോക പ്രശസ്തമായ ഷഹനാസ് ഹുസൈൻ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഖത്തറിലെ ഏക അംഗീകൃത ഏജൻസി ദോഹ ബ്യൂട്ടി സെന്റർ ബിൻ മഹമ്മൂദ്, ദോഹ ബ്യൂട്ടി സെന്റർ ലുലു ഹൈപ്പർ മാർക്കറ്റ്, Pretty Look Beauty Center Mumtasa, Pretty Look Beauty Center inside Lulu Express. Doha Beauty Center, the truth behind beauty. Doha Beauty Center, Doha, Qatar. Phone 44801001. Mobile 558064. Safa Pure Drinking Water. Feel the taste and freshness. Order your supply of daily fresh drinking water. CK Textiles. ഫാഷൻ സങ്കല്പങ്ങളും പാരമ്പര്യവും സമന്വയിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ കളക്ഷൻ. ദോഹയിലെ വക്ര റോഡിലുള്ള ബർബ വില്ലേജിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വെങ്കട്ടഗിരി കോട്ടൺ, ഗദ്വാൾ കോട്ടൺ, ചന്ദേരി, ജോർജറ്റ് സിൽക്ക്, പ്രിന്റഡ് സിൽക്ക്, ബനാറസ് ബ്രൊക്കേഡ്, ഫാൻസി സാരീസ്, എക്സ്ക്ലൂസീവ് കളക്ഷൻ. CK Textiles, building number 15, Barwa Village, Wakra Road, Doha, Qatar. Telephone 44151900, 44447271. Make your dreams beautiful. CK Textiles, Doha, Qatar. The Garden Village Restaurant, Doha, Qatar. Enjoy our village special buffet every Thursdays and Fridays. A fine of Indian, Chinese, Arabic and continental dishes for your ultimate dining experience. The Garden Village Restaurant, Bin Umran, Doha, Qatar. Taste, eat and treat. For reservation and home delivery, please call 44885115, 44182669. Mobile 66969159. Silver Fitness Center, Doha, Qatar. Center for Professional Fitness Training and Bodybuilding. Short-term and long-term programs available. Silver Fitness Center, Uthman bin Affan Street, Azizia. Silver Fitness Center, opposite Hilal Kahrama, Deering Road, Doha, Qatar. Steam bath also available. Telephone 55885987. Mobile 77885987. വാർത്തകൾ തുടരുന്നു. ഗൾഫ് നാടുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടുന്ന വ്യാജ റിക്രൂട്ടിംഗ് ഏജന്റുമാർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ ദുരൂഹതയെന്ന ആരോപണം. ഖത്തറിലെ ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ 2 തവണയായി നടന്ന തട്ടിപ്പിനെതിരെ കൃത്യമായ തെളിവുകളടക്കം പരാതിപ്പെട്ടിട്ടും ചെറുവിരലനക്കാൻ മലപ്പുറം പോലീസ് തയ്യാറായിട്ടില്ല. ഖത്തറിലെ ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ കഴിഞ്ഞ മാർച്ചിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ച് വ്യാജ റിക്രൂട്ടിംഗ് നടന്നിരുന്നു. പലരിൽ നിന്നും വിസക്കായി 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ വാങ്ങിയാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിനെതിരെ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല. സൗദിയിൽ ക്വാളിറ്റി ഗ്രൂപ്പ് തുടങ്ങുന്ന പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ പേരിൽ വീണ്ടും ഇതേ തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. ഹൈപ്പർ മാർക്കറ്റിന്റെ പർച്ചേസ് മാനേജർ എന്ന് പരിചയപ്പെടുത്തിയാണ് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ജയേഷ് എന്ന വ്യക്തി തട്ടിപ്പ് നടത്തിയത്. പലരിൽ നിന്നായി 50,000 മുതൽ 1 ലക്ഷം രൂപ വരെയാണ് വിസക്ക് വാങ്ങിയത്. 45,000 രൂപയാണ് ശമ്പളം വാഗ്ദാനം ചെയ്തതും. ഇയാൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടത്തുന്ന തട്ടിപ്പിനെതിരെ വ്യക്തമായ വിവരം നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല. മലപ്പുറത്തെ ഒരു ജ്വല്ലറി ജീവനക്കാരനായ അഷ്റഫ് ആയിരുന്നു തട്ടിപ്പിന്റെ ഇടനിലക്കാരൻ. മലപ്പുറത്തെ 10ഓളം യുവാക്കൾ തട്ടിപ്പിന് ഇരയായതായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ക്വാളിറ്റിയുടെ പേരിൽ റിക്രൂട്ടിംഗ് നടത്താൻ ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ ഒളകര ന്യൂസ് അറ്റ് ദോഹയോട് പറഞ്ഞു. സൗദി, പ്രത്യേകിച്ച് ദമാം കേന്ദ്രീകരിച്ച് അവിടെ നിന്നുള്ള ചില ആളുകൾ ഈ ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിൻ്റെ അതിൻ്റെ ഉടമസ്ഥരുമായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വ്യാപകമായിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിന് അവർ ശ്രമം നടത്തുന്നുണ്ട്. ഇതൊന്നും ഒഫീഷ്യലായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് അല്ല. പത്രത്തിൽ പരസ്യം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള എന്തെങ്കിലും ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് വെച്ചിട്ടോ അല്ല. അവർ വെർബലി ഉള്ള ഇത്തരം ഇൻഫർമേഷൻസ് കൂടെ നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗാർത്ഥികളായ ആളുകളെ വലയിട്ട് പിടിച്ചിട്ട്